കോന്നി കൊന്നപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് ഇതാദ്യമായാണ് കാട്ടാന എത്തുന്നത്. വനമേഖലയിൽ നിന്ന് 5 കിലോമീറ്ററിലധികം ദൂരമുള്ള പ്രദേശത്തേക്ക് കാട്ടാന എത്തിയതോടെ വലിയ ഭീതിയിലാണ് കർഷകർ ഉൾപ്പെടെയുള്ളവർ. കൊന്നപ്പാറയിൽ നിന്ന് ശ്രീരാജ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പത്തനംതിട്ട കോന്നി കൊന്നപ്പാറയിൽ ഇന്ന് രാവിലെ കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയാണ്. കാടിനോട് ഏകദേശം 5-6 കിലോമീറ്റർ ദൂരെയുള്ള പ്രദേശമാണ്. അവിടേക്കാണ് കാട്ടാന എത്തിയത്. ഈ വീടിൻ്റെ നമുക്ക് ഈ കാണാൻ കഴിയുന്ന വീടിൻ്റെ തൊട്ടു പിന്നിൽ കൃഷിയാണ്. പ്രധാനമായിട്ടും കർഷക കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. അവർക്ക് വലിയ ഭീഷണിയാണ് ഇത്തരത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നതും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുന്നതും. ചേട്ടാ, എപ്പോഴായിരുന്നു കൃഷി കാര്യമായിട്ട് നശിപ്പിച്ചിട്ടുണ്ടോ? വാഴക്കൃഷി അതിന് നശിച്ചിട്ടുണ്ട്. പിന്നെ ചക്കയെല്ലാം പറിച്ചത് തിന്നിട്ടുണ്ട്. തെങ്ങ് 1-2 പോയിട്ടുണ്ട്. തൈതെങ്ങുകളാണ്. വീടിന് ഇത്ര അടുത്ത് വരുമ്പോഴത്തേക്ക് വലിയ വീതിയായിരിക്കും, നല്ല വീതിയായിരിക്കും. അതായത് ഇത്രയും കാലം ഇതാദ്യമായാണ് ഈ ഭാഗത്തേക്ക് കാട്ടാന എത്തുന്നത്. കോന്നിയുടെയും പത്തനംതിട്ട ജില്ലയുടെയും മലയോര മേഖലകളിൽ ഇത്തരത്തിൽ കാട്ടാനയുടെ ശല്യമുണ്ട്, വന്യമൃഗ ശല്യമുണ്ട് എങ്കിൽ പോലും ഈ പ്രദേശത്തേക്ക് ആന എത്തുന്നത് ഇത് ആദ്യമായാണ്. ചേട്ടാ, മുൻപൊന്നും ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു? ആന വന്നിട്ടില്ല. ബ്ലാവ്, കേഴ, പുലി ഇങ്ങനെയൊക്കെ ശല്യങ്ങളുണ്ട്. ഞാൻ 450 മൂട് തറപ്പത് വെച്ചതാണ്. ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല. കേഴയും ബ്ലാവും കൂടെ തിന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. ആന വരുന്നത് ആദ്യമായിട്ടാണ്. ആനയ്ക്ക് പുറമെ കാട്ടുപന്നി, അത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. എങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇവിടെ കൃഷി ചെയ്യാനൊക്കെ? ഈ പ്രദേശത്ത് ഇപ്പോൾ ആരും തന്നെ കൃഷി ചെയ്യുന്നില്ല. ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുക. കാട്ടിൽ വളരേണ്ട മൃഗങ്ങൾ മുഴുവൻ ഇപ്പം നാട്ടിലാണ് വളരുന്നത്. പന്നി ഇപ്പോൾ കാട്ടിലോട്ട് പോകുന്നില്ല. കാട്ടിലോട്ട് വഴിയൊക്കെ പന്നി മറന്നു. ഇവിടെ തന്നെ പന്നി കിടന്നിട്ട് ഇവിടെ തന്നെ പെറ്റുപെരുകി നാട്ടുകാർക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിന് എത്രയും വേഗത്തിൽ ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണം. പിന്നെ കൃഷി വകുപ്പ് നഷ്ടപരിഹാരം തരുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഇനി കൃഷി വകുപ്പ് അത് നഷ്ടപരിഹാരം തരുവാണെങ്കിൽ ഒരു മൂട് വാഴയ്ക്ക് അവർ 3,500 രൂപ വെച്ച് കണക്ക് കൂട്ടും. കൃഷി വകുപ്പിന്റെയോ മറ്റു വകുപ്പുകളുടെയോ ഒന്നും നടപടികൾ ഇക്കാര്യത്തിൽ ഒരു പരിഹാരമാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാം ഒന്നും പ്രാവർത്തികമാകുന്നില്ല, അല്ലെങ്കിൽ അതൊരു ഗുണകരമായ തരത്തിൽ ഇവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. കാട് ഇറങ്ങി കിലോമീറ്ററുകളോളം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കോന്നിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ കിഷോർ കോട്ടയ്ക്കൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.